+1 സ്റ്റുഡൻസ്, നിങ്ങളുടെ എക്സാം നടന്നുകൊണ്ടിരിക്കുകയെന്ന് അറിയാം. കെമിസ്ട്രി എക്സാം കഴിഞ്ഞു, ഇംഗ്ലീഷ് എക്സാം കഴിഞ്ഞു, ലാംഗ്വേജ് എക്സാം കഴിഞ്ഞു, എല്ലാം അടിപൊളിയായി കഴിഞ്ഞു. നിങ്ങൾ എക്സാം ക്ലാസ് ഫോളോ ചെയ്യുന്നെങ്കിൽ എനിക്ക് ഗ്യാരണ്ടിയോടെ പറയാം, എല്ലാ എക്സാം അടിപൊളിയായി കഴിഞ്ഞു, സെറ്റ് ആയിട്ടുണ്ടാവും. മക്കളെ, ഇനി നിങ്ങളെ കാത്തിരിക്കുന്നത് +2 ആണ്. +2ന്റെ കാര്യം ഓൾറെഡി നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാവുന്നുള്ളൂ. കാരണം നിങ്ങൾ 10ാം ക്ലാസ് കഴിഞ്ഞവരല്ല, +1 കഴിഞ്ഞവരാണ്. അപ്പോൾ +1ൽ നിങ്ങൾക്ക് എത്രത്തോളം പഠിക്കാനുണ്ടായിരുന്നു, അത് എത്രത്തോളം ഡെപ്തിലുള്ള കാര്യങ്ങളാണ്, എത്രത്തോളം ഡിഫിക്കൽട്ടാണ് കാര്യങ്ങളൊക്കെ എന്നുള്ള ഒരു ധാരണ നിങ്ങൾക്ക് ഓൾറെഡി കിട്ടി. ഏതാണ്ട് അതുപോലെ തന്നെ ആയിരിക്കും +2 ഉണ്ടാവുക. പക്ഷെ കുറച്ചും കൂടി ഒന്ന് ഡിഫിക്കൽട്ടി കൂടും, കുറച്ചും കൂടി കണ്ടന്റ് നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും എന്നുള്ള ആ ഒരു കാര്യം മാത്രമേ വ്യത്യാസം വരുള്ളൂ. ഓൾസോ ഇതിൽ വരാൻ പോകുന്ന മറ്റൊരു വലിയൊരു ചേഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, +2ൽ നിങ്ങൾക്ക് പല പല കാര്യങ്ങൾ അതല്ലാണ്ട് തന്നെ വരും. പ്രാക്ടിക്കൽ ആയിക്കോട്ടെ, എൻട്രൻസ് എക്സാംസിൻ്റെ പ്രിപ്പറേഷൻ ആയിക്കോട്ടെ, എൻട്രൻസ് എക്സാംസ് ആയിക്കോട്ടെ. അപ്പോൾ ഇതെല്ലാം കൂടി വരുന്നത് കൊണ്ട് 2 കാര്യങ്ങൾ നിങ്ങൾ ഉറപ്പ് വരുത്തണം. ഒന്ന്, നമുക്ക് +1 പോലെ അവസാനത്തേക്ക് നിങ്ങളുടെ പഠനം മാറ്റിവെക്കാൻ പറ്റില്ല. കാരണം ഇവരുടെ സ്കൂൾ ലൈഫിൽ അവസാനത്തെ ഒരു എക്സാം ആണ്, മാർക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് പേഴ്സണലി പറയാണ്, +2 മാത്സ് +1നെക്കാട്ടും വളരെ ഡിഫിക്കൽട്ട്. ഫിസിക്സും ഏതാണ്ട് അങ്ങനെ തന്നെയൊക്കെ ആട്ടോ, മാത്സ് കുറച്ചുകൂടി ഡിഫിക്കൽട്ടാണ്. അതെ. അപ്പം എന്തായാലും അവസാനത്തെ മാത്രം പഠനം കൊണ്ട് നിങ്ങൾക്ക് +2ൽ നല്ലൊരു മാർക്ക് നേടിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. സോ നിങ്ങൾ എൻഷുർ ചെയ്യേണ്ട കാര്യം, നേരത്തെ തന്നെ നിങ്ങളുടെ പഠനം സ്റ്റാർട്ട് ചെയ്യണം. അത് ഫസ്റ്റ് കാര്യം. പക്ഷേ മക്കളെ, നിങ്ങൾ ഉറപ്പ് വരുത്തേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് നല്ലൊരു ഹെൽപ്പ് വേണ്ടി വരും. അത് നിങ്ങൾക്ക് ട്യൂഷൻ വഴിയാവാം, എക്സാമിനർ പോലത്തെ ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴിയാവാം. നിങ്ങൾക്ക് ഇതൊന്നും വേണ്ടെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് ഞാൻ ഒറ്റയ്ക്ക് പഠിക്കാം, ഞാൻ ഒറ്റയ്ക്ക് പഠിച്ചോളാം സാറിന് നിങ്ങൾ 100% കോൺഫിഡൻ്റ് ആണ്, അങ്ങനെ പഠിക്കാം. പക്ഷേ 99% കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് അവരുടെ ഒരു പെർസെൻറ്റേജ്, ഒരു മിനിമം ഒരു 10% ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നിങ്ങൾക്ക് നേടിയെടുക്കണമെങ്കിൽ, എക്സാമിനറിലൂടെ നേടിയെടുക്കണമെങ്കിൽ മക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് +2 കൊമേഴ്സുകാർക്ക് വേണ്ടിയിട്ടും സയൻസുകാർക്ക് വേണ്ടിയിട്ടും നീറ്റിനും കീമിനും പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടി എല്ലാവർക്കും സെപ്പറേറ്റ് ബാച്ചസ് ഉണ്ട്. അവിടെ ഒക്കെ പഠിപ്പിക്കാൻ പോകുന്നത് നിങ്ങൾ ഓൾറെഡി +1ൽ കണ്ട് പഠിച്ച ഞങ്ങളൊക്കെ തന്നെയാണ് അവിടെ പഠിപ്പിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം എക്സാമിനർ ടീച്ചേഴ്സ് എങ്ങനെയാണ് പഠിപ്പിക്കുക, അവർ പഠിപ്പിച്ചുകൊണ്ട് എത്രത്തോളം ഗുണം ഉണ്ടാവും എന്നുള്ള കാര്യം നിങ്ങൾ ഓൾറെഡി ധാരണ ഉണ്ടാക്കിയിട്ടുണ്ടാവും. നിങ്ങൾക്ക് എക്സാമിനറിൻ്റെ ടീച്ചേഴ്സിനൂടെ പഠിച്ചു കഴിഞ്ഞാൽ +2ൽ നല്ലൊരു മാർക്കിലേക്ക് എത്തിച്ചേരാൻ പറ്റും. നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടായി മക്കളെ, വേഗം തന്നെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. ഏത് ബാച്ച് ആണെങ്കിലും നിങ്ങൾക്ക് ഏറ്റവും ഉചിതമായി തോന്നുന്ന ബാച്ചിൽ വേഗം തന്നെ ജോയിൻ ചെയ്യുക. എല്ലാ ബാച്ചുകളും അഫോർഡബിൾ ആണ്, ഇതിൽ സംശയമില്ല. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് ക്ലാസ് ആണ് ഞങ്ങൾ ഏറ്റവും കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന ഈ ബാച്ച്. മാക്സിമം അഫോർഡബിൾ ആണ്. നിങ്ങൾക്ക് സയൻസുകാർക്ക് ബാച്ച് ഉണ്ട്, കൊമേഴ്സുകാർക്ക് ബാച്ച് ഉണ്ട്, കീമുകാർക്ക് ബാച്ച് ഉണ്ട്, ആൻഡ് നീറ്റിന് വേണ്ടിയിട്ടുള്ള കോച്ചിങ്ങുള്ള ബാച്ച് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ ഇപ്പം തന്നെ അഡ്മിഷൻ എടുക്കാം. ഇപ്പോൾ മാർച്ച് 20 മുമ്പ് തന്നെ അഡ്മിഷൻ എടുത്താൽ നിങ്ങൾക്ക് +2ന്റെ ബുക്ക് സെറ്റുകൾ, ഓക്കെ, ബുക്കുകൾ നമ്മൾ ബാച്ചിനോട് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു എക്സ്ട്രാ പൈസയല്ല, അത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടണമെങ്കിൽ, സ്റ്റോക്കിനുള്ളിൽ കിട്ടണമെങ്കിൽ മാർച്ച് 20 മുമ്പ് ജോയിൻ ചെയ്യാം. അതിന്റെ റീസൺ വളരെ സിമ്പിൾ ആണ് മക്കളെ. അതെന്ത് മാർക്കറ്റിംഗ് സാധനമൊന്നുമല്ല. കാരണം അതിന് ഒരു എന്താണ് n നമ്പർ ഓഫ് കോപ്പീസ് മാത്രമേ ഉള്ളൂ. അതിനുശേഷം എന്താണ് അതിന്റെ സ്റ്റോക്ക് ഔട്ട് ആവും. അത് പിന്നെ സ്റ്റോക്ക് ഉണ്ടാവില്ല, പിന്നെ നിങ്ങൾക്ക് അത് കിട്ടില്ല. മാത്രമല്ല സെയിം ഫീസ് നിങ്ങൾ കൊടുക്കേണ്ടി വരും. സോ ബുദ്ധിപരമായുള്ള കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾക്ക് എക്സാമിനറോട് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ, നിങ്ങൾ കോൺഫിഡൻ്റ് ആണെങ്കിൽ, നിങ്ങൾക്ക് എന്താ കിട്ടുക നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. നിങ്ങൾ റെഡി ആണെങ്കിൽ വേഗം തന്നെ അഡ്മിഷൻ എടുക്കുക. താഴെ നമ്പറും ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് വാട്സപ്പ് ചെയ്യുക. കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുക. വേഗം തന്നെ അഡ്മിഷൻ എടുക്കുക മക്കളെ. നമുക്ക് അടുത്ത വർഷം ഒരുമിച്ച് അടിപൊളിയായി പഠിക്കാം.